ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് ഒരു സ്വാഗതം. ഇപ്പൊ ഞാൻ വന്നതെന്ന് വെച്ചാൽ ഹനാൻ ഷാനെ കുറിച്ചിട്ട് ഒരു ഉസ്താദ് വിമർശിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണേ. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ബ്ലോഗർ ഉണ്ട്, ഹനാൻ ഷാൻ അങ്ങനെ തന്നെ ചങ്ങയുടെ പേര്, മലപ്പുറംകാരനാ. എനിക്ക് കഴിഞ്ഞ ദിവസം എന്നെ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി ഒരു വീഡിയോ കാണിച്ചു തന്നു. എന്താ കാണിച്ചെന്നേ? ആ ബ്ലോഗ് ചെയ്യുന്ന ആ സഹോദരന്റെ വാപ്പായും ഉമ്മായും ഭയങ്കര ഉപദേശം കൊടുക്കുക. പള്ളിയിൽ പോണേ, നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, നന്മകൾ ചെയ്യണേ എന്നൊക്കെ ഭയങ്കര ഉപദേശ. എന്നിട്ട് മക്കള് രാത്രി പണി എന്താ? ഗാനമേളയ്ക്ക് പോകാം, ഗാനമേളയിൽ പാട്ട് പാടാൻ പോവാ, അല്ലെങ്കിൽ സ്റ്റേജിന്മേൽ കയറിയിട്ട് പാട്ട് പാടല, സിനിമാ പാട്ട് പാടല, മക്കളുടെ എല്ലാം പണി. ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുകയാണ് ആ വാപ്പയുമായി. ഉപദേശവും കൊടുക്കുന്നുണ്ട്, ഹറാമ് ചെയ്യാൻ വേണ്ടി ആ ചങ്ങാതിയുടെ വാപ്പ കൂട്ടുനിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ വാപ്പാമാരെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നിസ്കരിക്കാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ രാത്രി മക്കള് പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോ അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന വാപ്പയും ഉമ്മയാണ് ആ വാപ്പമാരും ഉമ്മമാരെങ്കിൽ ആ ഒരു ഉപദേശം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈ നൽകുമാറാവട്ടെ. മക്കളെ ഉപദേശിച്ചാൽ മാത്രം പോരാ. ഇപ്പൊ ഉസ്താദ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹനാൻ ഷാന്റെ ഉപ്പ അതുപോലെ തന്നെ ഉമ്മ ഉപദേശിക്കുന്നുണ്ട്. നന്മ ചെയ്യണം, പള്ളിയിൽ പോകണം, നോമ്പ് പിടിക്കണം, ഇങ്ങനെയുള്ള എല്ലാ നന്മകളും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹനാൻ ഷാന്റെ ഉപ്പയും ഉമ്മയും പാരൻസ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഈ മക്കളെ പരിപാടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഗാനമേളക്ക് പോവുക, പാട്ട് പാടാൻ പോവുകയാണ്, ഹറാമ് ചെയ്യുകയാണെന്നാണ് ഉസ്താദ് പറയുന്നത്. ആക്ച്വലി ഹനാൻ ഷാ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്ളോഗറാണ്, മാത്രമല്ല ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പം അത്രയും ഫെയിമുള്ള, അത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ, അയാളുടെ ഹനാൻ ഷാ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പാഷനാണ്. അതിലുപരി ഒരുപാട് കഴിവുകൾ, സ്കില്ലുള്ള ഒരു ആളും കൂടെയാണ്. അപ്പോൾ ഹനാൻ ഷാൻ എന്തിനാണ് വിമർശിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെയും കുറേ പാട്ട് പാടുന്ന കുറേ ആൾക്കാരില്ലേ. കണ്ണൂർ ഷെരീഫ് ഉണ്ട്, അതുപോലെ തന്നെ കൊല്ലം ഷാഫി ഉണ്ട്, സലീം കോടത്തൂരുണ്ട്. ഇവരൊന്നും പറയുന്നില്ലല്ലോ, ഹനാൻ ഷാനെ മാത്രമേ പറയുന്നുള്ളൂ. പുതിയ നമ്മുടെ മലപ്പുറത്തുള്ള ഒരു വ്ളോഗർ ആയതുകൊണ്ടായിരിക്കും പറയുന്നത്. അതും മലപ്പുറം ജില്ലയിലുള്ള എന്ന് പറയുന്നുണ്ട്. ന്യൂ ജനറേഷൻ വ്ളോഗർ എന്നൊക്കെയാണ് ഉസ്താദ് പറയുന്നത്. ഉസ്താദിനെ ചിലപ്പോൾ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണോ, ഫെയിം ആവാൻ വേണ്ടിയിട്ടാണോ ഉസ്താദ്, അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ ഉസ്താദ് പറഞ്ഞത്, ഉസ്താദിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ എന്നാലും ഹനാൻ ഷാനെ ഹറാം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ള ആ ഒരു പദപ്രയോഗം വേണ്ടായിരുന്നു. എന്നെ നല്ല രീതിയിൽ ഉപദേശിക്കാം, അപ്പം നമുക്ക് നല്ല രീതിയിൽ പറയാം. ഇപ്പോൾ കാരണം കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ഹറാമല്ല ചെയ്യുന്നത്. കാരണം അവരുടെ സ്കില്ല് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ആർട്ടാണ് അവരെ. നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും അങ്ങനെ പാട്ട് പാടാൻ കഴിയില്ല. നമ്മളൊന്നും പാടിക്കഴിഞ്ഞാൽ ആരും അവിടെ ഇരിക്കൂല, ഇത്രയും ആൾക്കാർ വരില്ല. ഹനാൻഷൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 1000-10,000 കണക്കിന് ആൾക്കാർ അവിടെ വരും. മാത്രമല്ല ഇതൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ FB-ലോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടുന്നത്. വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇത്രയും റീച്ച് പോലും കിട്ടില്ല. കാരണം അത് ഹനാൻ ഷാൻ അത്രത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രയും ആൾക്കാർ നെഞ്ചിലേറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ദുബായിലുള്ള സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനാൻ ഷാക്ക് വരുന്നുണ്ട് പറയുമ്പോൾ ദുബായ് നമ്മളെ മറ്റേ ബർദുബായിലുണ്ട് നമുക്കൊരു ഇവിടെ എന്താ പറയുക, ബർദുബായിൽ മറ്റേതുണ്ടല്ലോ ബുർജ്മാൻ മാളിൻ്റെ അവിടെ എന്താണ് പറയുക, ഷെയ്ഖ് സായിദ് റോഡും അതുപോലെ തന്നെ ഫുൾ കംപ്ലീറ്റ് ബർദുബായിയുടെ പിന്നെ എന്താ ഒരു UV മാൾ ഉണ്ടല്ലോ, അതിൻ്റെ ഇനാഗുറേഷനോ എന്തോ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അവിടെ കംപ്ലീറ്റ് ക്രൗഡായിരുന്നു. കാരണം നമ്മൾ കണ്ടതാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഹനാൻ ഷാക്ക് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. ഒരു പക്ഷേ ഉസ്താദ്മാരുടെ ബാക്കവിമാരുടെ വയതിലോ സ്പീച്ചിലോ ഒന്നും ചിലപ്പോൾ ഇത്രയും ജനങ്ങൾ ഉണ്ടാവില്ല. പണ്ട് കാലങ്ങളിൽ 2010-12 കാലഘട്ടത്തിൽ നൗഷാദ് ബാക്കവി, കബീർ ബാക്കവി ഒക്കെ ഉള്ള സമയത്ത് അവർക്കൊക്കെ ഞാൻ ഇത്ര ജനങ്ങളെ ഞാൻ കണ്ടുകൊള്ളു. അതൊക്കെ പിന്നെ പോയിട്ട് അതൊക്കെ ഒരു സമയം, ആ ഒരു ടൈമിൽ എല്ലാവർക്കും കുറച്ച് റീച്ച് ഉണ്ടാവും. പക്ഷെ എന്നാലും ഇത്രയും വലിയ ബാക്കവിമാരൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ബാക്കവിമാരെല്ലാവരും കൊളാബ് ചെയ്യാൻ നടക്കുന്ന ബാക്കവിമാരാണ്. ബാക്കവിമാർ മീൻസ് കാരണം അങ്ങനെ കൊളാബ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും, കാരണം അവർക്കും എന്താ അവരുടെ കാര്യങ്ങൾ നടക്കണം സോഷ്യൽ മീഡിയ ത്രൂ, അവർക്ക് കുറച്ച് റീച്ചും, കാരണം അവരെല്ലാവരും അറിയണം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ അങ്ങനെ ഒരു സൗഹൃദ, ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് നടത്തുന്നത്. അല്ലാതെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഒരാളെ ഇതാക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. അപ്പോൾ ഹറാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ കുറ്റങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ഇതാണ് ഹറാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഹനാൻ ഷാക്ക് സ്റ്റേജ് പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ഹറാമൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ്റെ പാരൻസ് ഉമ്മയൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ ആ പെറ്റ ഉമ്മാക്കും ഉപ്പാക്കും
സഹിക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർ ടീച്ചേഴ്സാണ്, മാഷാണ്, ടീച്ചറാണ്. അപ്പോൾ അവർ ഉപദേശിക്കും. കാരണം അവർക്ക് അത്രയും നോളജ് ഉണ്ട്. അവരുടെ മക്കളെ അവരങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. ഭയങ്കര ലവിങ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് അവർ വ്ളോഗ് ചെയ്യുന്നു. കാരണം അവരുടെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ചെറിയ കൊച്ചു പിള്ളേർ LKG UKG പഠിക്കുന്ന കുട്ടികൾ വരെ ഇഷ്ടപ്പെടുന്ന ഹനാൻഷാനെ കാണണം. ഹനാൻഷാൻ്റെ വ്ളോഗ് ഒരു ദിവസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർ അതിനകത്ത്, കുട്ടികൾ വരെ അതിനകത്ത് കരയുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാവരും മാറണം. കാരണം ഹറാം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നൊന്നും പറയരുത്. കാരണം ഹനാൻഷ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും നമ്മളാരും കണ്ടിട്ടില്ല, മനസ്സിലായോ? കാരണം ഹനാൻഷാൻ്റെ ഒരു പ്രൊഫഷണൽ ഫേസ് ആണ് ഇപ്പോൾ എല്ലാവരും കണ്ടിരിക്കുന്നത്, മനസ്സിലായോ? കാരണം ഹനാൻഷാക്ക് ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടാവും, പേഴ്സണൽ സ്പേസ് ഉണ്ടാവും. അപ്പൊ ഹനാൻഷാന്റെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഹനാൻഷ മക്കത്ത് ഉംറക്ക് പോയതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹനാൻഷാന് നമുക്ക് അങ്ങനെ ഹറാമ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. കാരണം ഹനാൻഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കഴിവുള്ളൊരു വ്യക്തിയാണ്. നമുക്ക് ആർക്കും അത്ര കഴിവില്ല. കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കഴിവുള്ള ആൾക്കാരുടെ കഴിവ് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവർക്ക് കഴിവുണ്ട്. കാരണം നമ്മളൊന്നും ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ അത്ര ഒരു ഇത് കിട്ടില്ല. അത്രക്കും ആ ഒരു എന്താ പറയുക ഒരു ആംബിയൻസ് വൈബ്, അല്ലെങ്കിൽ ആ ഒരു പാട്ടിനൊരു മനോഹാരിത കിട്ടില്ല. ഉസ്താദിനെ കൊണ്ട് അങ്ങനൊന്നും അങ്ങനെ പാടാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഹറാമൊന്നും പറയരുത്. പിന്നെ നമ്മളെല്ലാവരും ഇത് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് കാണുന്ന ആൾക്കാരെല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.